PSC പരീക്ഷയിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നീ ഇംഗ്ലീഷ് ടോപ്പിക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ക്ലാസ്സുമായി PSC വാരിയേഴ്സ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും? PSC എക്സാമിൽ ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. ഒരു പ്രവൃത്തിയും അതിൻ്റെ കർത്താവും, അതായത് സബ്ജക്റ്റ്, തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് വോയിസ്. വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയും അതിൻ്റെ കർത്താവും, കർത്താവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ, തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് വോയിസ്. ഇത് രണ്ട് വിധത്തിലാണ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കർത്തരി പ്രയോഗം, അതായത് കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗം, അതായത് ഇമ്പോർട്ടൻറ്റ് ടു സബ്ജക്റ്റ്, സബ്ജക്റ്റിനായിരിക്കും കർത്താവിനായിരിക്കും പ്രാധാന്യം. അതുപോലെ തന്നെ പാസീവ് വോയിസ്, മലയാളത്തിൽ കർമ്മണി പ്രയോഗം എന്ന് പറയും, അതായത് കർമ്മത്തിന് പ്രാധാന്യമുള്ള പ്രയോഗം, അതായത് ഒബ്ജക്റ്റിന് പ്രാധാന്യമുള്ള പ്രയോഗം, ഇമ്പോർട്ടൻറ്റ് ടു ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. ഓക്കെ, അത്രയും ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം, അതായത് കർത്താവിനായിരിക്കും പ്രാധാന്യം. അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. ഓക്കെ, അതായത് കർമ്മത്തിനായിരിക്കും പ്രാധാന്യം. നമുക്ക് സിമ്പിളായിട്ടിത് പഠിച്ചെടുക്കാം. എക്സാമ്പിൾ നോക്കാം. നമുക്ക് ആദ്യമായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ കൂടി തന്നെ നമുക്കിത് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ഹി റൈറ്റ്സ് എ ലെറ്റർ. എക്സാമ്പിളാണ് ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതുന്നു, അല്ലെങ്കിൽ അവനൊരു എഴുത്ത് എഴുതുന്നു. ഓക്കെ, ഇതിൽ ഹി എന്ന് പറയുന്നതാണ് എന്ത്? സബ്ജക്റ്റ്, അതായത് കർത്താവ്. റൈറ്റ്സ് എന്നതാണ് വെർബ്, അതായത് പ്രവൃത്തി. എ ലെറ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അതായത് കർമ്മം. ഓക്കെ, അതായത് ഹി റൈറ്റ്സ് എ ലെറ്റർ, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. ഹി എന്നുള്ളത് സബ്ജക്റ്റാണ്, റൈറ്റ്സ് എന്നുള്ളത് വെർബാണ്, എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇനി അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? യെസ്, ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഇതിലെ സബ്ജക്റ്റ് ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നതിലെ ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ആദ്യം എടുത്തെഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? എ ലെറ്റർ, എ ലെറ്റർ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബി ഫോം ചേർക്കണം. ഈസ്. ഇവിടെ എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ചേർത്തു. ഇനി നമ്മൾ ബി ഫോംസ് ചേർക്കേണ്ടത് എങ്ങനെ നമ്മൾ പഠിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. എ ലെറ്റർ ഈസ്. ബി ഫോമിന് ശേഷം എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ രൂപം, അതായത് V3 രൂപമായിരിക്കും. എ ലെറ്റർ ഈസ് റിട്ടൺ, പിന്നെ ഏജൻ്റായിട്ട് ബൈ, പിന്നെ ഹി എന്നുള്ള സബ്ജക്റ്റ്, നമുക്ക് ആക്റ്റീവ് വോയിസിലെ ഹി എന്ന സബ്ജക്റ്റ് അങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹിം എന്നാകും. ഓക്കെ, അപ്പോൾ ബൈ ഹിം. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള ആക്റ്റീവ് വോയിസിനെ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം എന്ന പാസീവ് വോയിസിലേക്ക് നമ്മൾ മാറ്റി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ വാചകത്തിലെ കർത്താവായ അവന്, അതായത് ഹി ആണ് പ്രാധാന്യമെന്നും രണ്ടാമത്തെ വാചകത്തിൽ കർമ്മമായ ഒരു കത്തിന്, എ ലെറ്റർ ആണ് പ്രാധാന്യമെന്നും ഒറ്റ വായനക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ആദ്യ വാക്യം ആക്റ്റീവ് വോയിസിലും രണ്ടാമത്തേത് പാസീവ് വോയിസിലും ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. കർത്താവ് ആരാണെന്ന് പറയേണ്ടാത്തപ്പോഴും വ്യക്തമല്ലാത്തപ്പോഴും, അതായത് കർമ്മത്തിന് പ്രാധാന്യമുള്ളപ്പോൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. സകർമ്മ ക്രിയക്ക് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ, അതായത് കർമ്മമുള്ള ക്രിയക്ക് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. ആക്റ്റീവ് വോയിസാണ് നിത്യോപയോഗത്തിൽ നാം കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ലേഖനങ്ങൾ, എഴുത്ത് ഉൾപ്പെടെ പാസീവ് വോയിസിൻ്റെ ഉപയോഗം കുറവൊന്നുമല്ല. അപ്പോൾ ലേഖനങ്ങളിൽ അതുപോലെ തന്നെ എഴുത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും നോവൽ അതുപോലത്തെ ഇതിലൊക്കെ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ടെൻസും വോയിസും ഒരുമിച്ച് പഠിക്കുകയാണ് നമ്മൾ ഈ
ലെസണിലൂടെ ചെയ്യുന്നത്. ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്നതിൽ ടെൻസും അതുപോലെ തന്നെ ടെൻസും വോയിസും ഒരുമിച്ച് പഠിക്കുക അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുന്ന വിധം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുന്ന വിധത്തിലെ ഒന്നാമത്തെ പോയിന്റ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരിക. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സബ്ജക്റ്റായി മാറിയ ഒബ്ജക്റ്റിനനുസരിച്ച് പ്രധാന ക്രിയയുടെ ടെൻസ് അനുസരിച്ചും ബി ക്രിയയുടെ രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ഓക്കെ, അത് ആം, ഈസ്, ആർ, വാസ്, വേർ. ആം, ഈസ്, ആർ, വാസ്, വേർ ആകാം. അതുമല്ലെങ്കിൽ ഹാസോ ഹാവോ നമ്മൾ ഉപയോഗിക്കണം. ഹാസോ ഹാവോ സഹായക്രിയയായി ചേർക്കണം. അതിനുശേഷം പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ബീനും, നമുക്ക് തന്നത് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ബീനും, കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ബീയിങ് എന്നും ചേർക്കണം. പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ബീൻ എന്നും കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ബീയിങ് എന്നും ചേർക്കണം. ഓക്കെ, അതിൽ വരുന്ന മൂന്നാമത്തെ പോയിൻ്റാണ് ബി രൂപത്തിന് ശേഷം പ്രധാന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ചേർക്കേണ്ടത്. അതായത് നമ്മൾ ബി ഓക്സിലറി വെർബ് സഹായക്രിയ ആയിട്ടുള്ള ബിയോ ആമോ ഈസോ ഏതോ ആട്ടെ ബിയുടെ രൂപത്തിന് ശേഷം പ്രധാന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ചേർക്കേണ്ടത്. ക്രിയ ചെയ്യുന്ന ആളിൻ്റെ അതായത് ഏജൻറ്റ് കാര്യം പറയണമെങ്കിൽ അത് ബൈക്കു ശേഷം ഉപയോഗിക്കണം. അതായത് നമ്മൾ ക്രിയ ചെയ്ത ആളെക്കുറിച്ച് പറയണമെങ്കിൽ പാസീവ് വോയിസിൽ എന്താണ് ബൈ എന്നതിന് ശേഷം അയാളെ സൂചിപ്പിക്കുക. ഹി എന്നുള്ളത് ഹിമ്മാക്കാം. അതുപോലെ തന്നെ ബിക്ക് ശേഷം എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് എഴുതുക. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, ഈസ് റിട്ടൺ, ആം റിട്ടൺ, ആർ റിട്ടൺ, അങ്ങനെയാണ് വരിക. ഓക്കെ, അതിലെ നാലാമത്തെ പോയിൻ്റ്, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റായി പീപ്പിൾ, സംവൺ, വൺ, വി, സംബഡി, ദേ തുടങ്ങിയവ വന്നാൽ ബൈ മുതലുള്ള ഭാഗം ആവശ്യമില്ല. ബൈ ഏജൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. സാധാരണയായിട്ട് നമ്മളവിടെ ബൈ ഇതിന് ശേഷം വരുന്നത് ഉപയോഗിക്കാറില്ല. എന്തൊക്കെ വന്നാൽ പീപ്പിൾ, സംവൺ, വൺ, വി, സംബഡി, ദേ എന്നൊക്കെ സബ്ജക്റ്റായിട്ട് വന്നാൽ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബൈന് ശേഷം ദേ എന്നുള്ളത് ദമ്മോനെ കൂടുതൽ ആക്കാറില്ല. എങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതില്ലാന്ന് കേട്ടിട്ട് അത് തെറ്റല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അതായത് കർത്താവ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറും. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അതായത് കർത്താവ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറും. ഒന്നുമില്ല, നമുക്ക് രണ്ട് കോളാക്കി നോക്കാം. ആക്റ്റീവ്, പാസീവ്. ആക്റ്റീവിൽ ഐ എന്ന് വന്നാൽ പാസീവിൽ വരുമ്പോൾ ബൈ മീ എന്നായിട്ട് മാറും. ആക്റ്റീവിൽ വി എന്ന് വന്നാൽ പാസീവിൽ ബൈ അസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ യു തന്നെ ഹി ഹിമ്മാകും, ഷീ ഹെർ ആകും, ദേ ദമ്മാകും, ഇറ്റ് തന്നെ ഹു ഹും, ബോയ്സ് എന്നൊക്കെ വരാറുണ്ട്. ബോയ്സ് വന്നാൽ ബോയ്സ് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ചിൽഡ്രൻ വന്ന കുട്ടികൾ, ചിൽഡ്രൻ തന്നെ. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഐ, മീ, വി, അസ്, യു, ഹി, ഹിം, ഷീ, ഹെർ, ദേ ദം, ഇറ്റ്, ഹു, ഹും, ബോയ്സ്, ചിൽഡ്രൻ. അതായത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കർത്താവ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറും. ആ ചാർട്ടാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് ഓരോ ടെൻസിലും പാസീവ് വോയിസ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ക്ലാസ് നോക്കാം. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളൊരു വാക്യത്തെ പാസീവ് വോയിസിലാക്കുന്ന വിധം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്ന ഒരു വാക്യത്തെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് ആക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്റ്റീവ് പ്ലസ് അതായത് ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ പാസീവിൽ വരുന്ന മാറ്റങ്ങളാണ്. ഒബ്ജക്റ്റീവ് പ്ലസ് പിന്നെ ബി ഫോമായ ആം, ഈസ് അല്ലെങ്കിൽ ആർ. ആം, ഈസ്, ആർ പ്ലസ് പി പി വി എന്ന് വെച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപത്തിനാണ് പി എന്ന് പറയാം, അതായത് മൂന്നാമത്തെ രൂപം. ഓക്കെ, പ്ലസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിലെ ബാലൻസ് ഇല്ലതിനെ എടുത്ത് എഴുതുക.
പ്ലസ് ബൈ ഏജൻറ്റ്, പിന്നെ ബൈ എഴുതി അതിൻ്റെ ഏജൻറ്റ്. ഇപ്പോൾ ഐ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു മീ ആയിരിക്കും, ബൈ മീ, ബൈ അസ്, ബൈ യു എന്നിങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ പ്രസൻറ്റിലെ ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് PPV പ്ലസ് ബാലൻസ് ഓഫ് ദി സെൻറ്റൻസ് പ്ലസ് ബൈ ഏജൻറ്റ്. ഓക്കെ, അത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐ റൈറ്റ് എ ലെറ്റർ. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഒരുപാട് തവണ നിങ്ങൾ എഴുതിയതായിരിക്കും, എങ്കിലും തുടക്കക്കാർക്ക് എന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതുന്നു, ഞാനൊരു എഴുത്ത് എഴുതുന്നു. അത് ആക്റ്റീവ് വോയിസ് ആണ്. AV എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലാണ് തന്നിട്ടുള്ളത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഐ റൈറ്റ് എ ലെറ്റർ. ഇനി ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഇനി ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. സിമ്പിൾ പ്രസൻറ്റിൽ തന്ന ഈ വാക്യത്തെ ആക്റ്റീവിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? SVO, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ളത്, സിമ്പിൾ പ്രസൻറ്റ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുത്ത് എഴുതണം? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെടുത്ത് ആദ്യം എഴുതണം. അപ്പോൾ ഏതായിരിക്കും ഒബ്ജക്റ്റ്? എ ലെറ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എ ലെറ്റർ എന്നെഴുതി. എ ലെറ്റർ. അതിനുശേഷം ആം, ഈസ്, ആർ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. എ ലെറ്റർ എന്നുള്ളത് സിംഗുലറാണ്. എ ലെറ്റർ, ലെറ്റേഴ്സ് എന്നല്ല, ലെറ്റർ എന്നാണ്. അപ്പോൾ ലെറ്റർ സിംഗുലറാണ്. സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെ അവിടെ ഉപയോഗിക്കണം. ആമും നമുക്ക് കഴിയില്ല, കാരണം ആമും നമ്മൾ അതിൻ്റെ കൂടെ മാത്രമേ ചേർക്കൂ, അയാം. ഓക്കെ, അതുപോലെ തന്നെ ആറും നമുക്ക് കഴിയില്ല, കാരണം എന്താ? ആറ് പ്ലൂറൽ ഫോമാണ്. ലെറ്റേഴ്സ് എന്നാണെങ്കിൽ ലെറ്റേഴ്സ് ആർ എന്ന് ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ ലെറ്റർ എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈസ് ഉപയോഗിച്ചു. എ ലെറ്റർ ഈസ്, എ ലെറ്റർ ഈസ്. പിന്നെ ആക്റ്റീവ് വോയിസിലെ വെർബ് ഏതാ? റൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ റൈറ്റ് ആണെങ്കിൽ റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം PPV നമ്മൾ ചേർക്കണം. റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം ഏതാ? റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നുള്ളതാണ് മൂന്നാമത്തെ രൂപം. അപ്പോൾ റിട്ടൺ. എ ലെറ്റർ ഈസ് റിട്ടൺ. പിന്നെ നമ്മൾ എന്ത് ചേർക്കണം? ബാലൻസ് ചേർക്കണം. ഇതിൽ ബാലൻസ് ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റേ ഉള്ളൂ. ഐ റൈറ്റ് എ ലെറ്റർ എവരി ഡേ എന്നോ ഐ റൈറ്റ് എ ലെറ്റർ എവരി മന്ത് എന്ന് ഒന്നും ഇല്ല. ഐ റൈറ്റ് എ ലെറ്റർ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ ബാലൻസ് നമുക്ക് ചേർക്കല്ല, അതുകൊണ്ട് അത് ചേർക്കണ്ട. പിന്നെ നമ്മൾ ബൈ ഏജൻറ്റ് ചേർക്കണം. പ്ലസ് ബൈ ഏജൻറ്റ്. ഇവിടെ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിനെ നമ്മൾ ഏജൻ്റ് ആക്കി മാറ്റും. ഐ എന്നുള്ളത് എങ്ങനെ വരും? നേരത്തെ നമ്മൾ പഠിച്ചു. ഐ എന്നുള്ളത് പാസീവിലേക്ക് മാറുമ്പോൾ മീ എന്നാകും. അപ്പോൾ ബൈ മീ, പാസീവ് വോയിസ് ആയി. ഓക്കെ, അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. ഓക്കെ, അങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ നമ്മളൊരു 5-6 ക്വസ്റ്റ്യന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും എന്താണിത് സംഭവം എന്നുള്ളത്. അപ്പോൾ ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റിലെ ആക്റ്റീവ് വോയിസിൽ തന്നൊരു സെൻറ്റൻസാണ്. അതിനെ നമ്മൾ ടെൻസ് മാറാതെ തന്നെ എങ്ങോട്ട് മാറ്റി? ടെൻസ് മാറാതെ തന്നെ. ഇതിലും ടെൻസിനൊന്നും മാറ്റം വരില്ല, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് മാറിപ്പോവുകയാണെങ്കിലും ഏതിനെ ആക്റ്റീവ് പാസീവിലേക്ക് മാറ്റണം, പാസീവിലും ടെൻസിലും മാറ്റം വരില്ല. പാസീവിൽ ആക്റ്റീവിൽ അതേ ടെൻസ് തന്നെ ആയിരിക്കും ഏത് പാസീവിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ, സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ നമ്മളൊരു എക്സാമ്പിൾ നോക്കിയത്. മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്തൊരു 3-4 എക്സാമ്പിളോട് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. നിങ്ങൾ തന്നെ ഞാൻ എക്സാമ്പിൾ തരുമ്പോൾ നിങ്ങൾ തന്നെ അത് മനസ്സിൽ ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് റിട്ടേൺ തന്നെ ആയിക്കോട്ടെ, റിട്ടേൺ തുടങ്ങാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വി റൈറ്റ് എ ലെറ്റർ. വി റൈറ്റ് എ ലെറ്റർ. വി റൈറ്റ് എ ലെറ്റർ ആക്റ്റീവ് വോയിസ് ആണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, വി റൈറ്റ് എ ലെറ്റർ. അതിനെ എങ്ങനെ നമ്മൾക്ക് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാം? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എങ്ങനെ മാറ്റാം? ആദ്യം നമ്മളത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിളാണ്. സബ്ജക്റ്റ് വി എന്നുള്ളതാണ്, വെർബ് റൈറ്റ് എന്നുള്ളതാണ്, ഒബ്ജക്റ്റ് എ ലെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനടുത്ത് ആദ്യം എഴുതി അല്ലേ? അപ്പോൾ എ ലെറ്റർ,
എ ലെറ്റർ. പിന്നെ അതുപോലെ തന്നെ ബി ഫോംസ് എഴുതണം. ആം, ഈസ്, ആറ്. എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് മതി. എ ലെറ്റർ ഈസ്, എ ലെറ്റർ ഈസ്. പിന്നെ റൈറ്റ് ആണ് മെയിൻ വെർബ്. അപ്പോൾ എന്ത് എഴുതണം? റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ഏതാണ്? റോട്ട്, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. മൂന്നാമത്തെ രൂപം റിട്ടൺ, V3 റിട്ടൺ. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ. പിന്നെ ഏജൻറ്റ്, ബാലൻസ് ഒന്നുമില്ല അതുകൊണ്ടൊന്നും എഴുതണ്ട. ഏജൻറ്റ് ബൈ വി എന്നുള്ളതാകുമ്പോൾ വിക്ക് വരുന്നത് അസ് ആണ്. ബൈ അസ്. ഇനി ബൈ അസ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബൈ അസ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ റൂള് 4 പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. 4ാമത്തെ റൂളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദേ, സംബഡി, വി, വൺ, സം വൺ, പീപ്പിൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈ ചേർക്കണ്ട എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ മനസ്സിലായി അല്ലേ? വി റൈറ്റ് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ അസ് എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാം നമ്മൾ റൈറ്റ് കൊണ്ടാണ് എഴുതുന്നത്. കാരണം തുടക്കക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ പ്രസൻറ്റ് ബുദ്ധിമുട്ടാകില്ല. അതുകൊണ്ടാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. യു റൈറ്റ് എ ലെറ്റർ. യു റൈറ്റ് എ ലെറ്റർ. ആക്റ്റീവ് വോയിസ് ആണ്, സിമ്പിൾ പ്രസൻറ്റിലാണ് തന്നിട്ടുള്ളത്. യു ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. യു റൈറ്റ് എ ലെറ്റർ. ഇനി നമ്മൾ കൂടുതൽ നീട്ടി പരത്തി പോകണ്ട, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ എഴുതും? യു റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് എ ലെറ്റർ എന്നുള്ള ഒബ്ജക്റ്റിനെ എടുത്ത് സബ്ജക്റ്റ് ആക്കി എ ലെറ്റർ ഒബ്ജക്റ്റ് എഴുതി. പിന്നെ ഓക്സിലറി വെർബായിട്ടുള്ള ഈസ് ചേർത്തു. പിന്നെ V3 PPV റിട്ടൺ. പിന്നെ ബൈ ഏജൻറ്റ് ബൈ യു. യു വന്നാൽ യു തന്നെ. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ യു. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. യു വന്നു കഴിഞ്ഞാൽ യു തന്നെയാണ് എഴുതേണ്ടത്. യു റൈറ്റ് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ യു എന്നുള്ളത്. ഓക്കെ, അത്ര മതി. അടുത്ത 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 4th വൺ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ്സ് വെർബ്, എ ലെറ്റർ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഹി റൈറ്റ് അല്ല വരിക. നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഹി, ഷീ, ഇറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ഒരു എസ് ഫോം കൂടിയും ചേർക്കണം. സിമ്പിൾ പ്രസൻറ്റിൽ ഹി, ഷീ, ഇറ്റാണ് വരുന്നതെങ്കിൽ വെർബിൻ്റെ കൂടെ ഒരു എസ്സും കൂടി ചേർക്കണം. ഹി ഡസ് റൈറ്റ് എന്ന് എഴുതുന്ന പോലെ ഹി റൈറ്റ്സ്. ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹി ഡസ് റൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ. അതിനെ നമ്മൾ എങ്ങനെ മാറ്റാം? സിമ്പിളാണ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹി എന്നുള്ളത് ഹിമായി. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. പാസീവ് വോയിസിലേക്ക് മാറി. ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ടുള്ള എ ലെറ്റർ എഴുതി. ഈസ്, ആം, ആറ്. അതിൽ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് എഴുതി. എ ലെറ്റർ ഈസ് PPV റൈറ്റിൻ്റെ V3 റിട്ടൺ എഴുതി. ബാലൻസ് ഒന്നുമില്ല. പിന്നെ ഏജൻറ്റ് ബൈ ഹി ആയതുകൊണ്ട് ഹിം എഴുതി. ഓക്കെ, യെസ്. 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദേ റൈറ്റ് എ ലെറ്റർ. ദേ റൈറ്റ് എ ലെറ്റർ ആക്റ്റീവ് വോയിസ് ആണ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ദം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ദം. ദേ റൈറ്റ് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ദം. ഇവിടെ ബൈ ദം എന്നുള്ളത് വേണം എന്നില്ല. ഓക്കെ, എ ലെറ്റർ ഈസ് റിട്ടൺ എന്ന് മതി. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം ഇവിടെ എന്ത് വേണ്ട? ബൈ ദം വേണ്ട. ദേ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബൈ ദം വേണം എന്നില്ല. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ദം അല്ലെങ്കിൽ എ ലെറ്റർ ഈസ് റിട്ടൺ എന്ന് മാത്രം മതി പാസീവ് വോയിസിൽ. ഓക്കെ, അടുത്ത് 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദ വേൾഡ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡ് ആക്റ്റീവ് വോയിസിലാണ് തന്നിട്ടുള്ളത്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദ വേൾഡ്. ഇവിടെ പീപ്പിൾ എന്നുള്ളത് കൊണ്ടാണ് സ്പീക്ക് വന്നത്. അതായത് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് സ്പീക്ക് വന്നു, അല്ലെങ്കിൽ നമുക്ക് സ്പീക്സ് വന്നിരുന്നു. ഓക്കെ, നോക്കാം. ഇതിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. സബ്ജക്റ്റ് പീപ്പിൾ ആണ്, വെർബ് സ്പീക്ക് ആണ്, ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ആൾ ഓവർ ദ വേൾഡ് അതാണെന്ത്? ബാലൻസ് ഓഫ് ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ ബാലൻസ്. ഓക്കെ, അപ്പോൾ പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് അതിനെ നമുക്ക് എങ്ങനെ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാം? പീപ്പിൾ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്,
സ്പീക്ക് എന്നുള്ളത് വെർബാണ്, ഇംഗ്ലീഷ് എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ ആദ്യം എടുത്ത് എഴുതണമെന്ന്. അങ്ങനെ ഒബ്ജക്റ്റിനെ ആദ്യം എടുത്ത് എഴുതുമ്പോൾ ഏത് വരും? യെസ്, ഇംഗ്ലീഷിനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതും, ഇംഗ്ലീഷ്. അതായത് പീപ്പിൾ സ്പീക്ക് ആൾ ഓവർ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലായിടത്തും ജനങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഓക്കെ, ലോകത്തിൽ പൊതുവായിട്ട് ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇംഗ്ലീഷ് എഴുതി. ഇംഗ്ലീഷ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇംഗ്ലീഷ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആം, ഈസ്, ആറ് ഏതെഴുതാം? ഈസ് എഴുതാം, ഇംഗ്ലീഷ് ഈസ്. ഇനി സ്പീക്കിൻ്റെ PPV, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. സ്പീക്കിൻ്റെ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, മൂന്നാമത്തെ രൂപം സ്പോക്കൺ ആണ്, PPV. അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ. പിന്നെ ബാലൻസ് ഓഫ് ദി സെൻറ്റൻസ് ആൾ ഓവർ ദ വേൾഡ്, ആൾ ഓവർ ദ വേൾഡ്. പിന്നെ എന്ത് വേണ്ട? പിന്നെ അതിലെന്ത് വേണ്ട? ബൈ പീപ്പിൾ എന്ന് വേണ്ട. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പീപ്പിൾ ദേ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈ എഴുതണ്ട എന്ന്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദ വേൾഡ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദ വേൾഡ് എന്ന സിമ്പിൾ പ്രസൻറ്റിലുള്ള ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ പിന്നെ ബാലൻസ്. ഇതുവരെ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല, ഇവിടെ ബാലൻസ് ഉണ്ട്, ആൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദ വേൾഡ്. പിന്നെ പീപ്പിൾ എന്ന് പറയണ്ട, നമുക്ക് നേരത്തെ നമ്മൾ റൂൾ 4 പഠിച്ചു അല്ലേ? അപ്പോൾ സംസാരിക്കുക, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുക ജനങ്ങളെ ഉള്ളൂ, മൃഗങ്ങളൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ്, അത്രയും മതി. അടുത്ത 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ ലൈക്ക് യു ആക്റ്റീവ് വോയിസ് ആണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. ഐ ലൈക്ക് യു, ഐ എന്നുള്ളത് സബ്ജക്റ്റ്, ലൈക്ക് എന്നുള്ളത് വെർബ്, യു എന്നുള്ളത് ഒബ്ജക്റ്റ്. ഐ ലൈക്ക് യു എങ്ങനെ നമുക്ക് മാറ്റാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിനെ എഴുതി, യു, ഒബ്ജക്റ്റ് യു എന്നുള്ളതാണ്, അപ്പോൾ യു. ഇനി നമുക്ക് ബി ഫോംസ് എഴുതണം. ബി ഫോംസ് ആം, ഈസ്, ആറ്. യുവിൻ്റെ കൂടെ ഒരിക്കലും ആമും ഈസും വരില്ല. യു ഈസ്ന്നോ യു ആംന്നോ പറയാറില്ല. അപ്പോൾ യു ആർ. അപ്പോൾ യു ആർ സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് ആറ്, യു ആർ. ലൈക്കിൻ്റെ V3 മൂന്നാമത്തെ രൂപം PPV, ലൈക്ക്, ലൈക്ക്ഡ്, ലൈക്ക്ഡ്. മൂന്നാമത്തെ രൂപം ലൈക്ക്ഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ യു ആർ ലൈക്ക്ഡ്. പിന്നെ ഐ ഏജൻ്റായിട്ട് മാറുമ്പോൾ എന്താകും? ഇവിടെ ബാലൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മളൊന്നും എഴുതണ്ട. ഐ ഏജൻ്റായി മാറുമ്പോൾ ബൈ മീ എന്നായി മാറും. അപ്പോൾ യു ആർ ലൈക്ക്ഡ് ബൈ മീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈറ്റ്സ് എ മാംഗോ. ഇറ്റ് ഈറ്റ്സ് എ മാംഗോ. ഇറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഈറ്റ്സ് എന്നുള്ളതാണ് വെർബ്, എ മാംഗോ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതോ അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ ഒബ്ജക്റ്റ് എന്ന് കരുതുക. അപ്പോൾ ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് ഈറ്റ്സ് എന്നുള്ള പ്രവൃത്തി ചെയ്തു, അതിൻ്റെ ഫലം അനുഭവിച്ചത് ആരാണ്? എ മാംഗോ. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ എന്തെടുത്ത് എഴുതുക? ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക. എ മാംഗോ എഴുതി. എ മാംഗോ ഒറ്റ മാങ്ങയേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ആം, ഈസ്, ആറ് ഏത് ബി ഫോം ചേർക്കും? ഈസ് ചേർക്കും. എ മാംഗോ ഈസ്, എ മാംഗോ ഈസ്. പിന്നെ ഈറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപം ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അപ്പോൾ എ മാംഗോ ഈസ് ഈറ്റൺ. എല്ലാം നമ്മൾ മൂന്നാമത്തെ രൂപം അറിഞ്ഞു വെക്കണം. അതായത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ നിർബന്ധമായിട്ടും നമ്മൾ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് അറിയൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എ മാംഗോ ഈസ് ഈറ്റൺ. പിന്നെ എന്ത് എഴുതണം? ഏജൻറ്റ് അല്ലേ? ബാലൻസ് ഒന്നും നമുക്ക് സെൻറ്റൻസിലില്ല, അതുകൊണ്ട് ബാലൻസിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. എ മാംഗോ ഈസ് ഈറ്റൺ ബൈ ഇറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു ആക്റ്റീവ് വോയിസിൽ ഇറ്റ് വന്നാൽ പാസീവ് വോയിസിലും എന്തായിരിക്കും? ഇറ്റായിരിക്കും. അപ്പോൾ എ മാംഗോ ഈസ് ഈറ്റൺ ബൈ ഇറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈറ്റ്സ് എ മാംഗോ ആക്റ്റീവ് വോയിസിൽ, അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ മാംഗോ ഈസ് ഈറ്റൺ ബൈ ഇറ്റ് എന്നായിട്ട് മാറുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. നെഹാൻ റൈറ്റ്സ് 2 നോവൽസ്. നെഹാൻ റൈറ്റ്സ് 2 നോവൽസ്. നെഹാൻ എന്ന കുട്ടി 2 നോവലുകൾ എഴുതി. നെഹാൻ റൈറ്റ്സ്, നെഹാൻ സിംഗുലർ ആയതുകൊണ്ടാണ് റൈറ്റ്സ് വന്നത്. നെഹാൻ ഡസ് റൈറ്റ് എന്നുള്ളതാണ് നെഹാൻ റൈറ്റ്സ്. ഓക്കെ, നെഹാൻ റൈറ്റ്സ് 2 നോവൽസ്. ആക്റ്റീവ് വോയിസ് ആണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. എങ്ങനെ നമ്മൾ പാസീവിലേക്ക് മാറ്റും? പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ
സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ സബ്ജക്റ്റ് എന്നുള്ളത് നെഹാൻ എന്ന കുട്ടിയാണ്, റൈറ്റ്സ് എന്നുള്ളതാണ് വെർബ്, 2 നോവൽസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റിനെ എടുത്ത് ആദ്യം എഴുതുക അല്ലേ, ഒബ്ജക്റ്റ് പ്ലസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഏതാ? 2 നോവൽസ്. ഇവിടെ 2 നോവൽസ്. അപ്പോൾ ബി ഫോം ആമാണോ ഈസാണോ ആറാണോ അല്ലേ? ഒരു നോവലാണ്. എ നോവൽ എന്നാണെങ്കിൽ ഈസ് മതി. ഇവിടെ 2 നോവൽസ്, ഒന്നിലധികം ഉണ്ട്, അതായത് 2 നോവൽസ്, പ്ലൂരലാണ്. അപ്പോൾ നമ്മൾ ആർ എന്ന പ്ലൂരൽ വെർബ് ചേർക്കണം. 2 നോവൽസ് ആർ. പിന്നെ റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം നമുക്കറിയാം, റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ 2 നോവൽസ് ആർ റിട്ടൺ. ആരാൽ? ബൈ ഏജൻറ്റ്. ആരാൽ എഴുതി? ബൈ നെഹാൻ. നെഹാനാൽ 2 നോവലുകൾ എഴുതപ്പെട്ടു. ഓക്കെ, 2 നോവൽസ് ആർ റിട്ടൺ ബൈ നെഹാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നെഹാൻ റൈറ്റ്സ് 2 നോവൽസ് എന്നുള്ള ആക്റ്റീവ് വോയിസിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റി 2 നോവൽസ് ആർ റിട്ടൺ ബൈ നെഹാൻ എന്നാക്കി മാറ്റി. ഓക്കെ, യെസ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ VO കൊല്ലം കണ്ണൂർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ കീപ് മൈ ബുക്സ് ഹിയർ. ഐ കീപ് മൈ ബുക്സ് ഹിയർ ആക്റ്റീവ് വോയിസ് ആണ്. ഇതിൽ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റിനെയും നമ്മൾ കണ്ടുപിടിക്കുക. ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, കീപ്പ് എന്നുള്ളത് വെർബ്, മൈ ബുക്സ് എന്നുള്ളത് ഒബ്ജക്റ്റ്, ഹിയർ എന്നുള്ളത് ബാലൻസ്. ഓക്കെ, ഐ കീപ് മൈ ബുക്സ് ഹിയർ ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ നമുക്ക് പാസീവിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റും? ഒബ്ജക്റ്റ് എടുത്ത് എഴുതി. ഒബ്ജക്റ്റ് ഏതാ? മൈ ബുക്സ്. മൈ ബുക്സ്. അതിനുശേഷം ബി ഫോം എടുത്ത് എഴുതണം. ഏതാണ് ബി ഫോം? ഇതിലെ ബി ഫോം ഏതാണ്? മൈ ബുക്സ്. അതിനുശേഷം ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ആം, ഈസ്, ആറ്. യെസ്, നമുക്ക് ആറ് ഉപയോഗിക്കാം. ഈസ് സിംഗുലറിനും ആം അതിൻ്റെ കൂടെയും മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. ഐ ആം, ഹി ഈസ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ മൈ ബുക്സ് ആർ. മൈ ബുക്സ് ആർ. കീപ്പ് എന്നുള്ള വെർബിൻ്റെ V3 ഏതാണ്? കെപ്റ്റ്. മൈ ബുക്സ് ആർ കെപ്റ്റ്. പിന്നെ ഹിയർ. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. മൈ ബുക്സ് എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ അടുത്ത് എഴുതി, ആർ എന്നുള്ള ഓക്സിലറി വെർബ് അതായത് ബി ഫോം എടുത്ത് എഴുതി, കീപ്പിൻ്റെ V3, കെപ്റ്റ് എഴുതി, പിന്നെ റെസ്റ്റ് ബാലൻസ് ഹിയർ എന്നുള്ളത് എഴുതി. ഇനി വേണമെങ്കിൽ നമുക്ക് ഏജൻറ്റിനെ ചേർക്കാം. ഐ എന്നുള്ളതായത് കൊണ്ടാണ് ഏജൻറ്റിന് ഇവിടെ നമുക്ക് ആവശ്യമില്ല. സത്യത്തിൽ ഏജൻറ്റ് ഇവിടെ ആവശ്യമില്ല. ഐ കീപ്പ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏജൻറ്റ് വരികയാണെങ്കിൽ ബൈ മീ എന്നാകും. ഐ എന്നുള്ളത് മാറി ബൈ മീ എന്നാവും. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ ബൈ മീ. ഓക്കെ, അങ്ങനെ എഴുതാം. എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 നമ്മൾ അടുത്ത ടെൻസ് മുതൽ ചെയ്യും. സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എങ്കിൽ കൂടുതൽ എക്സാമ്പിൾ അതിൽ നമുക്ക് ചെയ്യാം. ആവശ്യമുള്ളവർ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.